അങ്ങനെ കൊൽക്കത്തയുമായിട്ടുള്ള മത്സരത്തിൽ രാജസ്ഥാൻ നമ്മുടെ ജോസേട്ടന്റെ പിൻബലത്തിൽ ജോസേട്ടൻ ഈ സീസണിലെ രണ്ടാമത്തെ സെഞ്ചുറി, ഇത് രണ്ടാം തവണയാണ് ചേസിങ്ങിൽ സെഞ്ചുറി അടിച്ചിട്ട് അദ്ദേഹം കളി ഫിനിഷ് ചെയ്യുന്നത്, ആ കളി ജയിപ്പിക്കുന്നത് രാജസ്ഥാനെ. അപ്പോൾ ഈ കളിയും അതുപോലെ തന്നെ 223 എന്നുള്ളൊരു ഹ്യൂജ് ടോട്ടൽ ഉണ്ടായിട്ടും അത് മറികടന്നു എന്നുള്ളതാണ് രാജസ്ഥാൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. രാജസ്ഥാൻ്റെ ബോളിംഗ് സൈഡ് ഇത്തവണ ഇച്ചിരി താഴോട്ട് നിന്നെങ്കിലും ബാറ്റിംഗ് സൈഡ് അതിനോടൊത്ത്, ഇപ്പോൾ ഒരു സൈഡ് ബോളിംഗ് ടീം ഒരു മത്സരത്തിൽ വീക്കായാൽ അതിൻ്റെയും കൂടെ കോൺട്രിബ്യൂഷൻ ബാറ്റിംഗ് സൈഡ് തരുന്നു എന്നുള്ളതാണ് രാജസ്ഥാൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക പ്ലസ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം. അപ്പോൾ എന്തായാലും കൊൽക്കത്തയാണ് ആദ്യം ബാറ്റ് ചെയ്തത്. സാൾട്ടിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ നരയൻ സാധാരണ കളിക്കുന്ന പോലെയല്ല. എനിക്ക് സത്യം പറഞ്ഞ ഈ മത്സരത്തിൽ ഒരു ആങ്കർ ജോലി ചെയ്യുന്നത് പോലെ തന്നെയാണ്. കാരണം താനാണ് ആ മത്സരത്തെ കൊണ്ടുപോയതും നല്ല രീതിയിലുള്ളൊരു സ്കോറിലോട്ട് കൊണ്ടുപോകാൻ കാരണമായതും ഒക്കെയും സുനിൽ നരയൻ്റെ ആ ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം സാധാരണ പവർ പ്ലേകളിൽ ആഞ്ഞടിക്കാൻ വേണ്ടി മാത്രം, പെട്ടെന്ന് കുറച്ച് സ്കോർ ഉയർത്താൻ വേണ്ടി മാത്രം കയറ്റിവിടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമാണ് നരയൻ ആ ടീമിൽ അല്ലെങ്കിൽ ബാറ്റിങ്ങിലോട്ട് വരുമ്പോൾ അദ്ദേഹം കാണപ്പെടുന്നത്. പക്ഷെ ഇത്തവണ അതിൽ നിന്നൊക്കെ മാറിയിട്ട് കുറച്ചുകൂടെ ബാറ്റിങ്ങിന്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ടുള്ളൊരു, അതാണ് കറക്റ്റ് വേർഡ്, ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ടുള്ളൊരു, കാരണം ആ തുടക്കം കുറച്ചൊക്കെയും ഒന്ന് പതറിയെങ്കിലും പിന്നീട് നല്ല രീതിയിൽ ആ ടീമിന്റെ ആ ഒരു ആവശ്യമനുസരിച്ചിട്ട് നല്ലൊരു കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ അദ്ദേഹം തന്റെ ആദ്യത്തെ സെഞ്ചുറിയാണ്. വർഷങ്ങളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ഒരു സെഞ്ചുറി അടിക്കുന്നത് ഇപ്പോഴാണ്. അപ്പം അത്രയും മികച്ചൊരു ഇന്നിങ്സ് തന്നെയാണെന്ന് അതിനെ പറയാം. രഘുവൻഷി നല്ല പ്ലെയറാണ്, നല്ല പൊട്ടൻഷ്യൽ ഉള്ള നല്ല പ്ലെയർ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു വലിയൊരു ഇന്നിങ്സിലോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഒരു മിസ്റ്റേക്കായിട്ട് തോന്നുന്ന ഒരു കാര്യം. അല്ലാത്ത പക്ഷം വെറുതെ ബോളുകൾ കളയുകയോ എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഈ മത്സരത്തിലാണെങ്കിൽ 18 ബോളെ 30 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് സുനിൽ നാരായണന് കൊടുത്തിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ വിക്കറ്റിലോട്ട് പോയി. പിന്നെ അവിടെ ശേഷിച്ച വേറെ ആരും, ശ്രേയസ് അയ്യർ ഉൾപ്പെടെയുള്ള താരങ്ങൾ, ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ആണെങ്കിൽ വൻ തോൽവിയാണ്. ആ ടീമിലെ തന്നെ ഏറ്റവും വലിയ തോൽവിയാണ് ശ്രേയസ് അയ്യർ. അപ്പം ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേനും ഈ പറയുന്ന പോലെ ക്യാപ്റ്റൻസിയിലും അത്ര വലിയ മികവൊന്നും എനിക്കിതുവരെ പേഴ്സണലി കാണാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ബാറ്റിങ്ങിലും അതുപോലെ തന്നെ ക്യാപ്റ്റൻസിയിലൊന്നും ശ്രേയസിൻ്റെ ആ ഒരു പങ്കാളിത്തം ഉണ്ടെന്നായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുണ്ടെന്നുള്ളതായിട്ടുള്ള യാതൊരുവിധ ഒരു സംഭവം അവിടെ ശ്രേയസിന്റെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല. റിങ്കു സിംഗ് അത്യാവശ്യം നല്ലപോലെ ഒരു ഫിനിഷിംഗ് കൊടുക്കാനായിട്ട് ശ്രമിച്ചു. 9 ബോളിൽ 20 റൺസ്. തിരിച്ചുപോയിട്ട് വരുമ്പോഴത്തേനും അത്യാവശ്യം എല്ലാവരും നല്ലപോലെ തല്ലുകൊണ്ടു. 220 എന്ന് പറയുമ്പോഴത്തേനും നമുക്കറിയാമല്ലോ. ചഹൽ ഒരു വിക്കറ്റോടെ നേടിയിട്ട് 12 വിക്കറ്റുകളുമായിട്ട് റൺ വേട്ടയിൽ ഒന്നാമത് എത്തിയിട്ടുണ്ട്. ഒന്നാമത് തന്നെ ആയിരുന്നു, വീണ്ടും അത് ഒന്നുകൂടെ ഉറപ്പിച്ചു എന്ന് വേണം പറയാം. ഇനി റോയൽസിന്റെ ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേനും ജയ്സ്വാള് വീണ്ടും ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തിയ മത്സരത്തിൽ ജോസേട്ടനാണ് എല്ലാം ആയത്. ജോസേട്ടന്റെ ഒരു പിൻബലം ജോസേട്ടനാണ് രാജസ്ഥാന്റെ രക്ഷകൻ എന്ന് പറയേണ്ടി വരും. അത്രയും മികച്ചൊരു പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. സഞ്ജു സാംസൺ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു കളി കളിക്കും, അടുത്ത കളി കളിക്കില്ല, മറ്റേ കളി കളിക്കും. അങ്ങനെയാണ് സഞ്ജു സാംസൺ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതത്ര നല്ലൊരു സൈനായിട്ട് തോന്നുന്നില്ല. കുറച്ചുകൂടെ ടീമിന് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതാണ്. പിന്നെ കുറച്ച് മണ്ട തീരുമാനങ്ങളൊക്കെ സാംസന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ കളികൾ ജയിച്ചു പോകുന്നതുകൊണ്ട് മാത്രം നമ്മൾ അതിനെ അങ്ങ് ഒഴിവാക്കുകയാണ്. പൊക്കോട്ടെ എന്ന് വെക്കുന്നത് മാത്രമാണ്. കാരണം ഇന്ന് തന്നെ ആണെങ്കിൽ ഇത്രയും വലിയൊരു ഹ്യൂജ് ടോട്ടൽ ഉള്ളപ്പം ആ റഷ്യനെ ഒരു ബാറ്റ് കൊടുത്ത് വിട്ടു എന്നുള്ളതാണ്. കാരണം അവിടെ ഹെഡ്മേയറും പവലും ഒക്കെ കയറാനുള്ളൊരു സ്ഥലത്ത് ആ റഷ്യനെ കൊണ്ട് കയറ്റി വിട്ടു എന്നുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് 11 ബോൾ പോയി കിട്ടി, 8 റൺസ് മാത്രമേ അദ്ദേഹത്തിന് എടുക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളത് മാത്രമാണ്. പിന്നെ പരാഗ് അത്യാവശ്യം ഒന്ന് കളിച്ച് 34 റൺസ് അദ്ദേഹത്തിന്റെ വിക്കറ്റ് പെട്ടെന്ന് തന്നെ എടുത്തു. പിന്നെ ലാസ്റ്റിൽ റോമ പവൽ നല്ലൊരു ഇത് തന്നെയാണ് കാഴ്ചവെച്ചത്. അതുപോലെ സുനിൽ നരയനെ 17ാമത്തെ ഓവറിൽ, 16ാമത്തെ ഓവറിലാണെന്ന് അറിയില്ല, 17ാമത്തെ ആണെന്ന് തോന്നുന്നു, ആ ഓവറിൽ സുനിൽ നരയനെ ഒരു 4ഉം 2 6ഉം ഉൾപ്പെടെ അടിച്ചു നിൽക്കുന്ന റോമ പവലിനെ സുനിൽ നരയൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഇത് എൻ്റെ ദിവസമാണ് എന്ന് പറയുന്ന ആ ഒരു അങ്ങനെ കാണാൻ നമുക്ക് ഫീൽ ചെയ്തത്. കാരണം ആ ഒരു 4 2 6 അടിച്ച അടുത്ത പന്തിൽ തന്നെ റോമാൻ പവലിനെ LBWയിൽ കുരുക്കി അദ്ദേഹത്തിന്റെ വിക്കറ്റ് നേടി സുനിൽ നരയൻ തിരിച്ചടിച്ചു. അപ്പോൾ എന്തായാലും സുനിൽ നരയന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ സപ്പോർട്ടുകളും അല്ലെങ്കിൽ എല്ലാവിധ കാര്യങ്ങളും KKR ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ KKRന്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേനും എടുത്തതും തൊട്ടതും പിടിച്ചതൊക്കെ പുലിവാലെന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ടാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. കാരണം ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ
ഇത്രയും വില കൊടുത്തെടുത്ത സ്റ്റാർക്ക് വളരെയധികം നിരാശപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ മത്സരത്തിൽ തോൽക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ 4 ഓവറിൽ 50 റൺസാണ്. ഒറ്റ വിക്കറ്റ് പോലും എടുക്കാതെ 4 ഓവറിൽ 50 റൺസാണ് സ്റ്റാർക്ക് വിട്ടുകൊടുത്തത്. ഇത്രയും മികച്ചൊരു ബൗളർ, ഇത്രയും വില മതിച്ചൊരു ബൗളർ, അവനിൽ നിന്നും വരേണ്ട ഒരു പ്രകടനം ഇങ്ങനെയുള്ളതല്ല. അത് ടീമിനെ തളർത്തുന്നത് ചില്ലറയൊന്നുമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു കുരുക്കിലാണ് KKR പോയി പെട്ടിരിക്കുന്നത്. ഇത്രയും വില കൊടുത്തൊരു പ്ലെയറിനെ കളിപ്പിക്കാതിരിക്കാനും കഴിയുന്നില്ല, കളിച്ചാത്തൊട്ട് വലിയ പ്രയോജനം ഉണ്ടാകുന്നില്ല. അങ്ങനെ മതിലിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്നുള്ള സിറ്റുവേഷനിലാണ് ഇപ്പോൾ ശ്രേയസ് അയ്യറും അതുപോലെ തന്നെ KKR ടീം ഒന്നടങ്കവും. അതുപോലെ തന്നെ ഇന്ന് KKRനെ പറ്റിയ മറ്റൊരു അബദ്ധം എന്ന് പറയുന്നത് എല്ലാം ബോളിങ്ങിൽ തന്നെയാണ് കേട്ടോ. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറക്കിയിട്ടുള്ള വൈഭവ് അറോറ എന്നാണ് തോന്നുന്ന പേര്, അദ്ദേഹം 3 ഓവറിൽ 45 റൺസാണ് വിട്ടുകൊടുത്തത്. ഒരു വിക്കറ്റ് നേടി എന്നുള്ളത് വാസ്തവം, പക്ഷേ 3 ഓവറിൽ 45 റൺസാണ് വിട്ടുകൊടുത്തത്. പിന്നെ ഹർഷത് റാണ ആദ്യ മത്സരത്തിൽ ഹൈദരാബാദിൻ്റെ മായങ്ക് അഗർവാളിനെ വിക്കറ്റ് എടുത്തതിന് ശേഷം ഒരു ആഹ്ലാദ പ്രകടനം, അഗ്രസീവായിട്ടുള്ള ആഹ്ലാദ പ്രകടനമൊക്കെ കാഴ്ചവെച്ച് അമ്പയർമാർ വിലക്കിയിട്ടുള്ള ആ ഒരൊറ്റ മത്സരത്തിലെ അദ്ദേഹത്തിൻ്റെ ആഘോഷം കൊണ്ട്, അഗ്രസീവായിട്ടുള്ള ആഘോഷം കൊണ്ട് അത്രയും അഹങ്കാരമുള്ളൊരു ബോളറായിരുന്നു അദ്ദേഹം. ഹർഷത് റാണ 4 ഓവറിൽ 45 റൺസാണ് മേടിച്ചത്. അങ്ങനെ KKRന്റെ ബോളർമാരെല്ലാം, പ്രത്യേകിച്ച് മെയിൻ പേസ് ബോളേഴ്സ് എല്ലാം നല്ല രീതിയിൽ തല്ലുകൊണ്ടതുകൊണ്ട് തന്നെ KKRന് വീണ്ടും ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. അങ്ങനെ എന്തായാലും തോറ്റെങ്കിലും 2ാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. 6 മത്സരത്തിൽ നിന്നും റൺ റേറ്റ് ഇച്ചിരി കൂടിയത് കൊണ്ട് 2ാം സ്ഥാനത്ത് നിൽക്കുന്നു. രാജസ്ഥാൻ ആണെങ്കിൽ 7-ൽ 6 വിജയിച്ചതുകൊണ്ട് 1ാം നമ്പറിൽ തുടരുകയാണ്. അപ്പം KKR 2ാം സ്ഥാനത്ത് 6-ൽ 4 ജയിച്ചുകൊണ്ട് +1 എന്നുള്ളൊരു നെറ്റ് റൺ റേറ്റ് ഉള്ളത് കൊണ്ട് 2ാം സ്ഥാനത്ത് നിൽക്കുന്നു. അതേ പോയിന്റ് ഉള്ളതാണ് CSKയും അതുപോലെ തന്നെ ഹൈദരാബാദും. എന്തായാലും സ്ഥാനം അത്രയും ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടൊന്നുമില്ല. എന്തായാലും വളരെ വലിയൊരു പോരാട്ടം തന്നെയായിരുന്നു. നല്ലൊരു ചേസിങ് തന്നെ രാജസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടീമുകളും ഒന്ന് കരുതി ഇരുന്നോളുക. ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം ഇനി രാജസ്ഥാനുമായിട്ട് ഏറ്റുമുട്ടാനുള്ള ടീമുകളൊക്കെയും ചിന്തിക്കേണ്ടത്. അപ്പോൾ എന്തായാലും അടുത്ത മാച്ചിൻ്റെ നല്ലൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും.